إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കിതാബിൽ സൂറത്തുർ റൂമിലൂടെ നമ്മെ അറിയിച്ചു, ളഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹ്രി ബിമാ കസബത് ഐദിൻ നാസ്. ജനങ്ങളുടെ കരങ്ങൾ പ്രവർത്തിച്ചത് കാരണത്താൽ കടലിലും കരയിലും കുഴപ്പങ്ങൾ വെളിപ്പെട്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിക്കുക എന്നതാണ് ഇവിടെ മനുഷ്യരുടെ കരങ്ങൾ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ. അങ്ങനെ അല്ലാഹുവിനെ അനുസരിക്കേണ്ടതിനു പകരം തിന്മകൾ ഭൂമിയിൽ നിറഞ്ഞു കഴിഞ്ഞാൽ, പാപങ്ങൾ സംഭവിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ശിക്ഷ എന്നോണം ഭൂകമ്പവും പ്രളയവും അതുപോലെ ഭൂമിയിലേക്ക് ആഴ്ന്നു പോകലും പകർച്ചവ്യാധികളും അഥവാ രോഗങ്ങളും തുടങ്ങി ഒരുപാട് നഷ്ടങ്ങളും പ്രയാസങ്ങളും മുസീബത്തുകളും അല്ലാഹു അയക്കുന്നതാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ലിയുദീഖഹും ബഅദല്ലദീ അമിലു. അവരിൽ ചിലർ പ്രവർത്തിച്ചതിൻ്റെ കാരണത്താൽ അവരുടെ തിന്മകൾക്ക് പകരമായി അതിൻ്റെ ശിക്ഷ അല്ലാഹു ആസ്വദിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെയുള്ള അദാബുകൾ, ശിക്ഷകൾ അല്ലാഹു അയക്കുന്നത്. ലഅല്ലഹും യർജിഊൻ. അങ്ങനെയുള്ള മുസീബത്തുകൾ, അദാബുകൾ വന്ന് ഭവിക്കുമ്പോൾ അവർ തിരിച്ചു മടങ്ങാൻ, അല്ലാഹുവിനെ അനുസരിക്കാൻ, പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അത് കാരണമായി തീർന്നേക്കാം. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഖുൽ, നബിയെ പറയുക, സീറു ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുക, ഫൻദുറു, എന്നിട്ട് നിങ്ങൾ നോക്കിക്കാണുക, കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബ്ൽ, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ആളുകളുടെ പര്യവസാനം എങ്ങനെയായിരുന്നു. കാന അക്സറുഹും മുശ്രിക്കീൻ, അവരിൽ ബഹുഭൂരിപക്ഷം അധിക പേരും മുശ്രിക്കുകളായിരുന്നു, അള്ളാഹുവിൽ പങ്കുചേർത്തവരായിരുന്നു. സഹോദരങ്ങളെ, ഈ ആയത്ത് നമ്മെ ഒരുപാട് ഭയപ്പെടുത്തേണ്ടതുണ്ട്.
മഹാനായ അബുൽ ആലിയ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, മൻ അസല്ലാഹ ഫിൽ അർദി ഫഖദ് അഫ്സദ ഫിൽ അർദ്. ഭൂമിയിൽ വെച്ച് ആരാണോ അള്ളാഹുവിനെ ധിക്കരിക്കുന്നത് അവൻ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയിരിക്കുന്നു. കാരണം അവൻ്റെ ആ ധിക്കാരം, ആ പാപം, ആ തിന്മ, അതു കാരണത്താൽ അള്ളാഹുവിൻ്റെ അദാബ് ഭൂമിയിലേക്ക് ഇറങ്ങും. സഹോദരങ്ങളെ, തിന്മകൾ, പാപങ്ങൾ എന്നത് അതീവ ജാഗ്രതയോടെ ഗൗരവത്തോടെ നാം കാണേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ധിക്കരിക്കുക എന്നത് അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങാൻ കാരണമാണ്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, ഭൂമിയിലൂടെ നിങ്ങൾ സഞ്ചരിച്ചാൽ, എന്നിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം തിന്മകളിൽ മതിമറന്നുപോയ ആളുകളുടെ പര്യവസാനം എങ്ങനെയായിരുന്നു. ഒരുപാട് ആളുകൾ, ഒരുപാട് തലമുറകൾ, ഒരുപാട് സമൂഹങ്ങൾ, സമുദായങ്ങൾ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് പാഠം ഉൾക്കൊള്ളേണ്ടവനാണ് ഒരടിമ, ഒരു മുസ്ലിം. സഹോദരങ്ങളെ, പാപങ്ങൾ എന്നത് അത് നമ്മെ വല്ലാതെ ഉപദ്രവിക്കും. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതുപോലെ, അന്ന ദുനൂബ വൽ മആസിയ തദുർ. തീർച്ചയായും പാപങ്ങൾ, തിന്മകൾ എന്നത് ഉപദ്രവമുണ്ടാക്കും. വലാ ബുദ്ദ. തീർച്ചയായും തിന്മകൾ എന്നത് സഹോദരങ്ങളെ നമ്മുടെ കൈകളിൽ, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ അതങ്ങനെ കഴിഞ്ഞുപോയി എന്ന് നമ്മൾ വിചാരിക്കരുത്. അത് ഉപദ്രവം ഉണ്ടാക്കും. അന്ന ദററഹാ ഫിൽ ഖൽബി. അതിൻ്റെ ആ ദറർ, അതിൻ്റെ ആ ഉപദ്രവം, ഒരാളുടെ ഹൃദയത്തിൽ ഉണ്ടാക്കുന്ന ആഘാതം എന്നത് കദററി സുമൂമി ഫിൽ അബ്ദാൻ. ശരീരത്തിൽ ഒരാൾക്ക് വിഷബാധയേറ്റാൽ എന്താണ് സംഭവിക്കുക, അതുപോലെയാണ് ഒരാളുടെ ഹൃദയത്തിന് പാപങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഉപദ്രവം. അല ഇഖ്തിലാഫി ദറജാതിഹാ ഫിൽ ദറർ. എന്താണോ ഒരാളുടെ പാപം, എത്ര കണ്ട് ഒരാളുടെ പാപം വ്യത്യാസപ്പെടുന്നുവോ അതിനനുസരിച്ച് അയാളുടെ ഹൃദയത്തിന് ഉപദ്രവമുണ്ടാക്കും അവൻ ചെയ്ത പാപങ്ങൾ. നിങ്ങൾ നോക്കൂ, പാപമെന്നത് രണ്ട് രൂപത്തിലാണ് സംഭവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത് ചെയ്യാതിരിക്കുക എന്നത് പാപമാണ്, തിന്മയാണ്. അതേപോലെ തന്നെയാണ് അല്ലാഹു വിലക്കിയത്, വിരോധിച്ചത്, അത് ചെയ്യുക എന്നതും തിന്മയാണ്. ഈ രണ്ട് കാര്യത്തിനും നമുക്ക് ഉദാഹരണം കാണാം. അതാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിനെ കുറിച്ച് അറിയിച്ചു തന്നിട്ടുണ്ട്. ഇബ്ലീസ് അല്ലാഹുവിൻ്റെ കൽപ്പന ധിക്കരിച്ചു. അല്ലാഹു ആദമിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അത് ധിക്കരിച്ചു. അതാണ് ഇബ്ലീസ് ചെയ്ത പാപം. അതുകൊണ്ട് തന്നെ അല്ലാഹു കൽപ്പിച്ച ഏതൊരു കൽപ്പനയുണ്ടോ അതൊരാൾ ധിക്കരിക്കുക എന്നത് അത് പാപമാണ്, ചെയ്യാതിരിക്കുക എന്നത് പാപമാണ്. അതേപോലെ തന്നെ അല്ലാഹു വിലക്കിയതിൽ ഏർപ്പെടുക എന്നത് തിന്മയാണ്, തെറ്റാണ്, പാപമാണ്. അതാണ് നമ്മുടെ പിതാവ് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനും ഉമ്മ ഹവ്വായിനും സംഭവിച്ചത്. അല്ലാഹു തആല അവരോട് ആ മരത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലരുത് എന്ന് പറഞ്ഞു. പക്ഷെ അവർ ആ മരത്തിൻ്റെ അടുക്കലേക്ക് ചെന്നുപോയി. അതുകൊണ്ട് തന്നെ അവർക്ക് അബദ്ധം സംഭവിച്ചു. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് തൗബക്ക് അവസരം കൊടുത്തു. അവർ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങി. അല്ലാഹു അവർക്ക് പുറത്തു കൊടുത്തു. സഹോദരങ്ങളെ, തിന്മകൾ ഇങ്ങനെ രണ്ട് രൂപത്തിലാണ്. അല്ലാഹുവിൻ്റെ കൽപ്പനകൾ ധിക്കരിക്കലും അല്ലാഹു വിലക്കിയത് പ്രവർത്തിക്കലും. ഇനി ഇതാ നിങ്ങൾ നോക്കൂ, നമ്മുടെ ഉപ്പ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഉമ്മ ഹവ്വായിനെയും എല്ലാവിധ സുഖങ്ങളും സുഖാനുഭൂതികളും സൗകര്യങ്ങളും സന്തോഷവും കൺകുളിർമയും ഒക്കെ ഉണ്ടായിരുന്ന സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ കാരണമായി തീർന്നത് ഒരു തെറ്റാണ്. അതാ ഇബ്ലീസ്
അള്ളാഹുവിൻ്റെ മലക്കുകളുടെ കൂടെയായിരുന്നുണ്ടായിരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തിലും അങ്ങനെ നല്ല ഒരവസ്ഥയിലായിരുന്നു അവനുണ്ടായിരുന്നത്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിച്ചപ്പോൾ അള്ളാഹു റബ്ബുൽ ആലമീൻ അതാ അവനെ ആട്ടി ഓടിക്കുന്നു, അവനെ ശപിക്കുന്നു, അവൻ്റെ രൂപം അള്ളാഹു മാറ്റിക്കളയുന്നു. ഏറ്റവും നല്ല രൂപം അത് മാറി ഏറ്റവും നികൃഷ്ടമായ രൂപമായി മാറി അവൻ്റേത്. അവൻ്റെ ഹൃദയം ഏറ്റവും ദുഷിച്ച നശിച്ച ഹൃദയമായി മാറി. അള്ളാഹുവിൻ്റെ കാരുണ്യമെന്നത് അവന് ലഅനത്തായി ശാപമായി ഭവിച്ചു. അവൻ്റെ ഭംഗി പോയി, അവൻ എല്ലാവിധ വൃത്തികെട്ട അവസ്ഥയിലേക്കും എത്തിച്ചേർന്നു. സ്വർഗം അതവൻ്റെ അടുക്കലായിരുന്നു, പക്ഷേ അവൻ കത്തിയെരിയുന്ന നരകാവകാശിയായി തീർന്നു. ഈമാന് പോയിട്ട് പിന്നീട് അവൻ കുഫറിലേക്ക് എത്തിച്ചേർന്നു. തസ്ബീഹും തഹ്ലീലും തഹ്മീദും അങ്ങനെ നല്ല വാക്കുകൾ നാവിലുണ്ടായിരുന്ന അവൻ പിന്നീട് ഏറ്റവും വൃത്തികെട്ട മോശമായ വാക്കുകളും പ്രവൃത്തികളും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. എല്ലാവിധ ഷർറിലേക്കും തിന്മയിലേക്കും അധർമ്മത്തിലേക്കും ഹറാമിലേക്കും മ്ലേച്ഛതകളിലേക്കും വൃത്തികേടിലേക്കും ആളുകളെ വലിച്ചു കൊണ്ടുപോകുന്ന ഒരവസ്ഥയിലേക്ക് അവൻ പരിണമിച്ചുപോയി. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം ചോദിച്ചതുപോലെ കാരണം എന്താണ് പ്രിയമുള്ളവരെ? പാപമാണ്. അദ്ദേഹം പിശാചിനെ കുറിച്ച് ഇബ്ലീസിനെ കുറിച്ച് പറഞ്ഞതിൻ്റെ ശേഷം അവസാനം പറഞ്ഞ ഒരു വാക്കുണ്ട്, ഒരു പ്രാർത്ഥനയാണത്. ഫഅയാദം ബികല്ലാഹുമ്മ മിൻ മുഖാലഫതി അംരിക വർതികാബി നഹീക്. അല്ലാഹുവേ, നിന്നോട് ഞാനിതാ കാവലിനെ ചോദിക്കുന്നു, നിന്റെ കൽപ്പനകൾ ധിക്കരിക്കുന്നതിനെ തൊട്ടും നീ വിലക്കിയത് പ്രവർത്തിക്കുന്നതിനെ തൊട്ടും. സുബ്ഹാനല്ലാഹ്, എന്തൊരു പ്രാർത്ഥനയാണെന്ന് നോക്കൂ സഹോദരങ്ങളെ. ഇനി നിങ്ങൾ നോക്കൂ, കഴിഞ്ഞില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് ആദ്യമായി ഒരു സമുദായത്തെ നശിപ്പിച്ചത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഖൗമിനെയായിരുന്നു. എന്തായിരുന്നു പ്രിയമുള്ളവരെ അവർ ചെയ്തത്? അവർ അല്ലാഹുവിനെ ധിക്കരിച്ചു, അവർ ശിർക്കിലേർപ്പെട്ടു, അവരിലേക്ക് വന്ന പ്രവാചകരെ അവർ അനുസരിച്ചില്ല. 950 കൊല്ലം പ്രബോധനം നടത്തിയിട്ടും അദ്ദേഹത്തെ അവർ പരിഹസിക്കുകയാണ് ചെയ്തത്. എന്താണ് അവരിലേക്ക് ഇറങ്ങിയ ശിക്ഷ? നിങ്ങൾ നോക്കൂ, അല്ലാഹു പറയുന്നു, ഫഫതഹ്നാ അബ്വാബസ് സമാഇ ബിമാഇൻ മുൻഹമിർ. ആകാശത്തിന്റെ വാതിലുകൾ അല്ലാഹു തുറന്നു, എന്നിട്ടതാ കുത്തിയൊലിക്കുന്ന വെള്ളം ആകാശത്ത് നിന്ന് അല്ലാഹു താഴേക്ക് ഇറക്കി. വഫജ്ജർനൽ അർള ഉയൂനൻ. ഭൂമിയിൽ നിന്നും അതാ വലിയ ഉറവിടം അല്ലാഹു പുറത്തേക്ക് പൊട്ടിച്ചു കൊണ്ടുവന്നു. ഫൽതഖൽ മാഉ അലാ അംരിൻ ഖദ് ഖുദിർ. മുകളിൽ നിന്നും താഴെ നിന്നും വന്ന ആ വെള്ളം അത് രണ്ടും സംഗമിച്ചു. അല്ലാഹു ഉദ്ദേശിച്ച കാര്യം അവിടെ നടപ്പിലാവുകയുണ്ടായി. അഥവാ വെള്ളപ്പൊക്കം, വലിയ പ്രളയം, വലിയ പേമാരി അവരിലേക്ക് അല്ലാഹു ഇറക്കി. തഫ്സീറുകളിൽ കാണാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അദ്ദേഹം പറയുകയാണ്, ലം തുംതിരിസ് സമാഉ ഖബ്ല ദാലികൽ യൗമി വലാ ബഅദഹു. അതിനു മുന്നെയോ അതിനു ശേഷമോ ആകാശത്ത് നിന്ന് അതുപോലൊരു മഴ പെയ്തിട്ടില്ല, അതുപോലൊരു മഴ പെയ്തിറങ്ങിയിട്ടില്ല. അതിനു മാത്രം കുത്തിയൊലിക്കുന്ന ശക്തമായ പേമാരിയായിരുന്നു അവരിലേക്ക് അല്ലാഹു പറഞ്ഞയച്ചത്. പ്രിയമുള്ളവരെ, എന്താണ് കാരണം? തിന്മയാണ്, പാപങ്ങളാണ്, അവരുടെ തെറ്റുകളാണ്. ഇനി നിങ്ങൾ നോക്കൂ, ആദ് സമുദായത്തെ അല്ലാഹു ശിക്ഷിച്ചു. എന്താണ് ആദ് സമുദായത്തിന് സംഭവിച്ചത്? അവരും അവരിലേക്ക് വന്ന പ്രവാചകൻ അനുസരിച്ചില്ല, അവരും ശിർക്കിലേർപ്പെട്ടു, അല്ലാഹുവിനെ ധിക്കരിച്ചു, പാപങ്ങളിൽ മുഴുകി, അവരിലേക്ക് വന്ന പ്രവാചകനെ അനുസരിച്ചില്ല. അതാ അല്ലാഹു പറയുന്നു, വഅമ്മാ ആദുൻ ഫഅഹ്ലികൂ ബിരീഹിൻ സർസറിൻ ആതിയ. തുടർച്ചയായ ശക്തമായ കാറ്റ് അവരിലേക്ക് അയച്ചുവിട്ടു അല്ലാഹു, എന്നിട്ട് അവരെ നശിപ്പിച്ചു. സഖറഹാ അലൈഹിം സബ്അ ലയാലിൻ വസമാനിയത അയ്യാമിൻ ഹുസൂമാ. 7 രാത്രികളും 8 പകലുകളും അവരെ അത് പിടികൂടുകയുണ്ടായി. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ഫതറൽ ഖൗമ ഫീഹാ സർഅ
കഅന്നഹും അജാസു നഖ്ലിൻ ഖാവിയ. നല്ല പൊക്കവും വലിപ്പവും തടിയും ശക്തിയും ഉണ്ടായിരുന്ന ആളുകളതാ ഈന്തപ്പന മരം കടപുഴകി വീഴുന്നത് പോലെ മറിഞ്ഞു വീഴുകയുണ്ടായി. പ്രിയമുള്ളവരെ, ചിന്തിച്ചു നോക്കൂ, എന്താണ് സംഭവിച്ചത്? അള്ളാഹുവിനെ ധിക്കരിച്ചപ്പോൾ അവരിലേക്ക് അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങി. ഇനി കഴിഞ്ഞില്ല, നിങ്ങൾ നോക്കൂ, അതാ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമുദായം സ്വവർഗരതി എന്ന മ്ലേച്ഛത, വൃത്തികേട് അതിലവരേർപ്പെട്ടപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകനായ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് ഒരുപാട് ഉപദേശങ്ങൾ നൽകുകയുണ്ടായി. പക്ഷെ അവർ സ്വീകരിച്ചില്ല. അവസാനമത അള്ളാഹുവിന്റെ അദാബ് അവരിലേക്ക് ഇറങ്ങി. എന്താണ് അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങിയത്? അള്ളാഹു പറയുകയാണ്, ഫലമ്മാ ജാഅ അംറുനാ. അങ്ങനെ അതാ നമ്മുടെ കൽപ്പന അഥവാ നമ്മുടെ ശിക്ഷ അത് വന്നെത്തിയപ്പോൾ, ജഅൽനാ ആലിയഹാ സാഫിലഹാ, ആ നാട് മുഴുവനും അള്ളാഹു മുകളിലേക്ക് ഉയർത്തി. നിങ്ങൾക്ക് കാണാം, ആ നാട്ടിലെ നായ്ക്കളുടെ കുര മലക്കുകൾ കേൾക്കുമാർ അള്ളാഹു അവരെ മുകളിലേക്ക് ഉയർത്തുകയുണ്ടായി. എന്നിട്ടതാ നേരെ ആ നാട് കീഴ്മേൽ മറിക്കുകയുണ്ടായി. വഅംതർനാ അലൈഹാ ഹിജാറതൻ മിൻ സിജ്ജീലിൻ മൻദൂദ്, ഇഷ്ടികകൾ, അതുപോലെയുള്ള കല്ലുകൾ അവർക്ക് മേൽ അള്ളാഹു മഴയായി വർഷിപ്പിക്കുകയും ചെയ്തു. സ്വവർഗരതി എന്ന ഗുരുതരമായ മ്ലേച്ഛത, വൃത്തികേട്, അതിനല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഖൗമിനെ ശിക്ഷിച്ച രൂപമാണിത്. പ്രിയമുള്ളവരെ, തിന്മകൾ, പാപങ്ങൾ ലോകത്തിന് നൽകിയത് ഇതുപോലെയുള്ള നാശനഷ്ടങ്ങൾ മാത്രമാണ്. ഇന്നും ഈ പറഞ്ഞ മ്ലേച്ഛതകൾ, ഈ പറഞ്ഞ തിന്മ അത് അനുവദിക്കപ്പെടാൻ, അത് അനുവദനീയമാകാൻ, അത് സുലഭമാവാൻ വെമ്പൽ കൊള്ളുന്ന ആളുകളുണ്ട്. ഇത് അള്ളാഹു ഒരു ഖൗമിനെ ശിക്ഷിച്ചത് ഇങ്ങനെയാണ്. ഇന്ന് നിങ്ങൾ നോക്കൂ, വ്യഭിചാരവും സ്വവർഗരതിയും ഇതുപോലെയുള്ള വൃത്തികേടും ലോകത്തിന് സമ്മാനിച്ചത് എയ്ഡ്സ് എന്ന മാരക രോഗമാണ്. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ അദാബിൽപ്പെട്ട ഒന്നാണത്. ആ മാരക രോഗമാണ് ഇതുപോലെയുള്ള സ്വർഗ അനുരാഗികൾ ലോകത്തിന് നൽകിയത്. അതിൻ്റെ അപ്പുറത്തേക്ക് അള്ളാഹുവിന്റെ അദാബ് കാത്തിരിക്കുന്നു. നിങ്ങൾ നോക്കൂ, തീർന്നില്ല. അതാ ശുഐബ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖൗം, അവരിൽ ഉണ്ടായിരുന്ന എടുത്തു പറയപ്പെട്ട ഒരു തിന്മ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ചതായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ശിക്ഷിക്കുകയുണ്ടായി. അവരിലേക്ക് അല്ലാഹു അതാ കാർമേഘത്തെ അയക്കുന്നു. അവർ വിചാരിച്ചു മഴ പെയ്യാനുള്ളതാണ്. പക്ഷേ അല്ലാഹു അതാ വലിയ ഒരു ഭൂകമ്പം, ഒരു ഘോര ശബ്ദം, ഭൂകമ്പം അങ്ങ് അല്ലാഹു അയച്ചപ്പോൾ, അതവരിലേക്ക് വന്നപ്പോൾ ഫഅസ്ബഹൂ ഫീ ദാരിഹിം ജാതിമീൻ, പിറ്റേന്ന് പ്രഭാതമായപ്പോൾ അവരതാ തങ്ങളുടെ വീടുകളിൽ കമിഴ്ന്ന് കിടക്കുകയാണ്. തീർന്നുപോയി. അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞു ആ സമൂഹത്തെ. അള്ളാഹു പറഞ്ഞത് ഇങ്ങനെയാണ്, ഫഅഖദത്ഹുമുർ റജ്ഫ, അവരിലേക്കൊരു പ്രകമ്പനം, ഒരു ഘോര ശബ്ദം, ഒരു സൽസല, ഒരു ഭൂകമ്പം അത് വരികയുണ്ടായി. അത് മുഖേന അവരെ നാം പിടികൂടി. ഫഅസ്ബഹൂ ഫീ ദാരിഹിം ജാതിമീൻ, പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ അവരതാ തങ്ങളുടെ വീടുകളിൽ കമിഴ്ന്നു കിടക്കുകയാണ്. ഒന്നിനും കൊള്ളാതെ നശിപ്പിക്കപ്പെട്ടു പോയിരിക്കുന്നു. പ്രിയമുള്ളവരെ, അന റബ്ബുകുമുൽ അഅല, ഞാനാണ് അത്യുന്നതനായ റബ്ബ് എന്ന് വീമ്പിളക്കിയ ഫിറഔൻ, അവനതാ ആ നദി, ആ കടൽ അത് കാണിച്ചിട്ട് പറഞ്ഞിരിക്കുന്നു. പരിശുദ്ധ ഖുർആനിൽ കാണാം, വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, ഇതാ ഈ നദി, ഈ നൈൽ നദി ഇതെന്റെ കീഴിലാണ്, എൻ്റെ ശക്തി കൊണ്ടാണ്, ഞാനാണ് അതിനെ നിയന്ത്രിക്കുന്നത്, എനിക്ക് കീഴിലാണ് ഈ നദി ഇങ്ങനെ ഒഴുകി പോകുന്നത് എന്ന് വീമ്പിളക്കിയ ഫിറഔനിനെ അതാ അല്ലാഹു സുബ്ഹാനഹു വ തആല മുക്കി നശിപ്പിക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, എന്താണ് അവർക്ക് സംഭവിച്ചത്? പാപങ്ങളാണ്. അള്ളാഹുവിനെ ധിക്കരിച്ചപ്പോൾ അള്ളാഹു പിടികൂടിയതാണ്. ഇനി നിങ്ങൾ നോക്കൂ, അതാ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ
വേറെയും ഒരുപാട് സമുദായത്തെ പിടികൂടിയത് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് തലമുറകൾ, ഒരുപാട് സമുദായങ്ങൾ, അവരൊക്കെ അള്ളാഹു നശിപ്പിക്കുകയുണ്ടായി അവരുടെ തിന്മകൾ കാരണത്താൽ. സൂറത്തു യാസീനിൽ നമുക്ക് കാണാം, അതാ ആ സമൂഹത്തെ അല്ലാഹു റബ്ബുൽ ആലമീൻ അവരിലേക്കൊരു ഘോര ശബ്ദം അയക്കുകയുണ്ടായി. ഇൻ കാനത് ഇല്ലാ സൈഹതൻ വാഹിദ, ഒരൊറ്റ ഒരു ഘോര ശബ്ദം അതങ്ങ് വന്നപ്പോൾ അതാ അവരുടെ ഹൃദയങ്ങൾ പൊട്ടി തകർന്നുപോയി എന്നാണ്. നശിപ്പിക്കപ്പെട്ടു, അവർ നശിപ്പിക്കപ്പെട്ടു. ഇനിയും സഹോദരങ്ങളെ, ബനൂ ഇസ്രായേലിലേക്ക് അള്ളാഹു തുടർച്ചയായി ധാരാളക്കണക്കിന് അവന്റെ അദാബുകൾ ഇറക്കിയിട്ടുണ്ട്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് അടിവരയിട്ടുകൊണ്ട് ഇതാ നാം കേൾക്കേണ്ട ആയത്താണിത്. അള്ളാഹു പറയുകയാണ്, ഫകുല്ലൻ അഖദ്നാ ബിദംബിഹി, മേൽ പറഞ്ഞ ആളുകളൊക്കെ നാം പിടിച്ചത്, നാം പിടികൂടിയത്, നാം ശിക്ഷിച്ചത് അവരുടെ തിന്മകൾ കാരണത്താലാണ്, അവരുടെ പാപങ്ങൾ കാരണത്താലാണ്. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, ഫമിൻഹും, അവരിൽ ചിലരെ മൻ അർസൽനാ അലൈഹി ഹാസിബ, ചരൽ വർഷം കൊണ്ട് ഞാൻ പിടികൂടിയിട്ടുണ്ട്. വമിൻഹും, അവരിൽ ചിലരെ മൻ അഖദത്ഹു അസ്സൈഹ, ഘോര ശബ്ദം അയച്ചുകൊണ്ട് പിടികൂടിയ ആളുകളുണ്ട്. വമിൻഹും മൻ ഖസഫ്നാ ബിഹിൽ അർദ്, അവരിൽ ചില ആളുകളെ ഭൂമിയിലേക്ക് ആഴ്ത്തി കളഞ്ഞിട്ടുണ്ട്. ഖാറൂനെ പോലെയുള്ള വലിയ വലിയ ധിക്കാരികളെ കുറിച്ചാണ് അള്ളാഹു അത് പറഞ്ഞത്. വമിൻഹും മൻ അഗ്റഖ്നാ, അവരിൽ ചിലരെ നാം മുക്കി നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹു വ്യത്യസ്തങ്ങളായ ശിക്ഷ ഇറക്കിയതിനെ കുറിച്ചാണ് ഈ പറയുന്നത്. ഒരുപാട് വ്യത്യസ്ത രൂപങ്ങളിലാണ് അള്ളാഹു ശിക്ഷ അയച്ചത്. അവരെല്ലാവരെയും അള്ളാഹു പിടികൂടിയത് ബിദംബിഹി, അവരുടെ പാപങ്ങൾ കാരണത്താലാണ്, തിന്മകൾ കാരണത്താലാണ് എന്ന് അള്ളാഹു അറിയിക്കുകയാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നു, വമാ കാന അല്ലാഹു ലിയദ്ലിമഹും, അള്ളാഹു ഈ അദാബ് ഇറക്കിയത് അള്ളാഹു അവരോട് അതിക്രമം ചെയ്തതല്ല. വലാകിൻ കാനൂ അൻഫുസഹും യദ്ലിമൂൻ, മറിച്ച് അവരാണ് തങ്ങളുടെ സ്വന്തത്തോട് അതിക്രമങ്ങൾ ചെയ്തത്. അവർ പാപങ്ങൾ തിന്മകളിൽ മുഴുകിയപ്പോൾ, അവർ തെറ്റുകളിൽ മുഴുകിയപ്പോൾ അള്ളാഹു അവരെ പിടികൂടുകയുണ്ടായി. പ്രിയമുള്ളവരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്കെല്ലാവർക്കുമുള്ള ഗുണപാഠമാണിത്. ചില മുൻഗാമികൾ പറഞ്ഞതുപോലെ അസ്സഈദു മനിത്തഅല ബിഗൈരിഹി, സൗഭാഗ്യവാൻ എന്നാൽ മറ്റുള്ള ആളുകളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നവനാണ്. മറ്റുള്ള ആളുകൾക്ക് വന്നു ഭവിച്ച മുസീബത്തുകളും അപകടങ്ങളും പ്രയാസങ്ങളും കണ്ട് അവനവൻ്റെ ജീവിതം നന്നാക്കുന്നവനാണ് സൗഭാഗ്യവാൻ, അവനാണ് ഭാഗ്യവാൻ, അവനാണ് ബുദ്ധിമാൻ. എന്നാൽ വശഖിയ്യു, ദൗർഭാഗ്യവാൻ എന്നത് മനിത്തഅല ഗൈറുഹു ബിഹി, അവനെ കൊണ്ട് മറ്റുള്ളവർ പാഠം ഉൾക്കൊള്ളുന്ന ഒരവസ്ഥയുണ്ടായാൽ അവനാണ് ഭാഗ്യം കെട്ടുപോയവൻ. പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കുക, നമ്മൾ മറ്റുള്ളവർക്ക് ഗുണപാഠമായി തീരേണ്ടതുണ്ടോ? നമ്മൾ പാപങ്ങളിൽ മുഴുകിയിട്ട് നമ്മിലേക്ക് വന്നു ഭവിക്കുന്ന മുസീബത്തുകൾ കണ്ടിട്ട് മറ്റുള്ളവർ പാഠം ഉൾക്കൊള്ളുക എന്നത് എത്ര മോശമായ കാര്യമാണ്. എന്നാൽ മറ്റുള്ളവർക്ക് സംഭവിച്ചു പോയ അദാബുകൾ, അവരിലേക്ക് ഇറങ്ങിയ മുസീബത്തുകൾ, അവർക്ക് വന്നു ഭവിച്ച പ്രയാസങ്ങൾ, അത് കണ്ടിട്ട് ഞാൻ നന്നാവണമല്ലോ, എൻ്റെ ജീവിതം ശരിയാക്കണമല്ലോ, ഞാൻ മരിച്ചു പോവേണ്ടതാണല്ലോ എന്ന് ചിന്തിക്കുക എന്നത് അതാണ് സൗഭാഗ്യത്തിൻ്റെ അടയാളം. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, ലിയുദീഖഹും ബഅദല്ലദീ അമിലൂ ലഅല്ലഹും യർജിഊൻ. അള്ളാഹു അദാബുകൾ, ശിക്ഷകൾ അയച്ചത്, ഇതുപോലെ ഓരോരുത്തരെയും പിടികൂടിയത് അവരിലെ ആളുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് മടങ്ങാൻ വേണ്ടിയാണ് അള്ളാഹു അദാബുകൾ, മുസീബത്തുകൾ, ഭൂമിയിൽ കുഴപ്പങ്ങൾ അയച്ചിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മെ രക്ഷിക്കുമാറാവട്ടെ. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ആലമീൻ പാപങ്ങൾ ചെയ്ത ആളുകൾക്ക് വലിയ വലിയ
ശക്തന്മാരും മല്ലന്മാരുമൊക്കെ ആയിരുന്ന സമുദായങ്ങൾക്ക് നൽകിയ ശിക്ഷകളെക്കുറിച്ചാണ് നമ്മൾ കേട്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അദാബ് വന്നിറങ്ങിയാൽ നമ്മെ രക്ഷപ്പെടുത്താൻ ആരുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. നമ്മൾ വിചാരിച്ചു പോകരുത് നമ്മുടെ തിന്മകളും നമ്മുടെ തെറ്റുകളും നമ്മുടെ പാപങ്ങളും അല്ലാഹു കാണുന്നില്ല എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല അശ്രദ്ധനാണ് നമ്മൾ വിചാരിച്ചു പോകരുത്. ആര് കാണുന്നില്ലെങ്കിലും ആര് കണ്ടാലും നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ, നമ്മുടെ കൈകളിൽ സംഭവിച്ചു പോയ പാപക്കറകൾ, അതിൽ നിന്ന് നാം രക്ഷ നേടിയില്ല എങ്കിൽ ആ പാപങ്ങൾ നമ്മെ നശിപ്പിച്ചു കളയും. അതാണ് തുടക്കത്തിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമ്മൾ കേട്ടു. ദുനിയാവിലും ആഖിറത്തിലും എല്ലാവിധ ഷർറും എല്ലാവിധ വിപത്തും എല്ലാവിധ പ്രശ്നങ്ങളും പാപങ്ങൾ കൊണ്ടല്ലാതെ മറ്റെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ദുനിയാവും ആഖിറവും നഷ്ടപ്പെടും. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ അത് ജീവിതത്തിൽ പകർത്തുക എന്നത് നാം അഹോരാത്രം അതിന് പരിശ്രമിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ അല്ലാഹു വിലക്കിയ കാര്യങ്ങൾ അതിൽ നിന്ന് പരിപൂർണമായി വിട്ടുനിൽക്കാനും നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. തിന്മകൾ അത് തിന്മകളായി അവസാനിക്കുന്നില്ല. ആ തിന്മകൾക്ക് അനന്തരഫലങ്ങളുണ്ട്. ആ തിന്മകളുടെ അനന്തരഫലങ്ങൾ എന്നത് നമ്മെ അത്ഭുതപ്പെടുത്തുന്ന അനന്തരഫലങ്ങളാണ് തിന്മകൾക്കുള്ളത് എന്ന് നമുക്ക് കാണാം. അതിനപ്പുറത്തേക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷകളും ഒന്നായി ഒരു സമൂഹം മുഴുവനും നശിപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിലും നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മുസീബത്തുകളെക്കുറിച്ച്, നമുക്ക് വന്നു ഭവിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ച് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കും. നമ്മുടെ കൈകളിൽ സംഭവിച്ചു പോയ പാപങ്ങളുടെ അനന്തരഫലങ്ങളായിരിക്കും അത്. എപ്പോഴും അള്ളാഹു പരീക്ഷണത്തിന് വേണ്ടി നൽകിയതാണ് എന്ന് നമ്മൾ വിചാരിച്ചു പോകരുത്. ചില മുസീബത്തുകൾ, ചില പ്രയാസങ്ങൾ നമ്മുടെ പാപങ്ങൾ കൊണ്ടായിരിക്കാം. അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. മഹാനായ ബിലാൽ ഇബ്നു സഅദ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞ പ്രസിദ്ധമായ വാക്കുണ്ട്, ലാ തൻദുർ ഇലാ സിഗറിൽ ഖതീഅതി. നീ പാപം അത് ചെറുതാണ് എന്നതിലേക്കല്ല നീ നോക്കേണ്ടത്. നീ ചെയ്ത പാപം അത് ചെറുതാണ് എന്നതല്ല നീ നോക്കേണ്ടത്. വലാകിൻ ഇൻദുർ ഇലാ മൻ അസൈത. നീ ആരെയാണ് ധിക്കരിക്കുന്നത്, ആരോടാണ് ഈ അനുസരണക്കേട് കാണിക്കുന്നത് എന്നാണ് നീ നോക്കേണ്ടത്. നമ്മുടെ കണ്ണിൽ ഒരു പക്ഷേ തെറ്റ് ചെറുതായിരിക്കും. ചെറുതല്ലേ, ഒരു ചെറിയ തെറ്റല്ലേ. നാട് മുഴുവനും നശിക്കുമ്പോൾ ഒരു ചെറിയ തെറ്റ് ചെയ്താലിപ്പോൾ വലിയ കാര്യമുണ്ടോ എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ അങ്ങനെ ചെയ്യാറുമുണ്ട്. സഹോദരങ്ങളെ, സഹോദരിമാരെ, തെറ്റ് ചെറുതാണെങ്കിലും അത് ഞാനും നിങ്ങളും ആരോടാണ് ആ തെറ്റ് ചെയ്യുന്നത്, അതാണ് നമ്മൾ നോക്കേണ്ടത്. ആരോടാണ് ഈ ചെയ്യുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയോടാണ്. ആരാണ് ധിക്കരിക്കുന്നത്? അല്ലാഹുവിനെയാണ്. ആരാണ് റബ്ബ് സുബ്ഹാനഹു വ തആല? നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ച് നിയന്ത്രിക്കുന്ന നമുക്കെല്ലാ അനുഗ്രഹങ്ങളും നൽകിയവനാണവൻ. അവനങ്ങേയറ്റം കാരുണ്യമുള്ളവനാണവൻ. അതോടൊപ്പം ശിക്ഷിക്കാൻ കഴിവുള്ളവനുമാണ്. അവനങ്ങനെ ശിക്ഷ നൽകിയത് അള്ളാഹു നമുക്ക് എടുത്ത് അറിയിച്ച് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അനന്തരഫലം നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇന്നും ലോകത്തിൻ്റെ പല ദിക്കുകളിലും നമുക്ക് കാണാം. അള്ളാഹുവിൻ്റെ അദാബ് ഇറങ്ങിയ സ്ഥലങ്ങളിൽ ഇന്നും പാഠം ഉൾക്കൊള്ളാൻ അള്ളാഹു അത് ബാക്കി നിർത്തിയിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ശ്രദ്ധിക്കുക. തിന്മകൾ, പാപങ്ങൾ എന്നത് അതിൽ നിന്ന് അകന്നു നിൽക്കാൻ, ഓടി അകലാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. പറ്റിപ്പോയോ അള്ളാഹുവിലേക്ക് നമ്മൾ ഖേദിച്ചു മടങ്ങണം. അള്ളാഹു ഗഫൂറാണ്, റഹീമാൻ. അള്ളാഹു പുറത്തു തരും. അള്ളാഹു സുബ്ഹാനഹു വ തആല മരണം വരെ അവനനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ തെറ്റുകൾ, പാപങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ.
അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. മരണം വരെ അള്ളാഹുവിൻ്റെ ദീനിൽ നമ്മെ ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു ശിഫാ നൽകുമാറാവട്ടെ. ഒരുപാട് സഹോദരങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെ പ്രയാസങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു നീക്കി കൊടുക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ പാലിക്കാൻ മരണം വരെ നമ്മെ സഹായിക്കുമാറാവട്ടെ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും കുഴപ്പങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. اللهم اغفر لنا وارحمنا اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات اللهم إنا نسألك الهدى والتقى والعفاف والغنى اللهم توفنا مسلمين وألحقنا بالصالحين اللهم يا مقلب القلوب ثبت قلوبنا على دينك ويا مصرف القلوب صرف قلوبنا على طاعتك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.